പണ്ട് മതബോധന ക്ലാസ്സിലെ സിസ്റ്റർ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, യേശു നിനക്ക് ആരാണ്? ഈ ചോദ്യത്തിന് പലർക്കും പല ഉത്തരമാണ്. ചിലർ പറയും യേശുവിൻ്റെ കൂട്ടുകാരനാണ്, യേശുവിൻ്റെ അപ്പനെ പോലെയാണ്, യേശുവിൻ്റെ അമ്മയെ പോലെയാണ്. ചിലർ പറയും യേശു എനിക്ക് എല്ലാമാണ്. ഈ ഉത്തരങ്ങളൊക്കെ കേട്ടിട്ട് സിസ്റ്റർ പ്രത്യേകിച്ചൊന്നും പണ്ടും പറയാറില്ല. ഇപ്പോൾ കുറച്ചും കൂടി പക്വത ചിന്തിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഉത്തരവില്ല. ഇതിലേതായിരുന്നു ശരി? ഏതായിരുന്നു ശരി എന്ന ചോദ്യത്തിന് ഇതൊന്നും തെറ്റല്ല എന്നുള്ളൊരു വ്യക്തത ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതിന് കാരണം ഓരോരുത്തർക്കും ക്രിസ്തു വ്യത്യസ്തരാണ്. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ക്രിസ്തു ഇടപെടുന്ന രീതി വ്യത്യസ്തമാണ് എന്നൊരു തെളിവ് ഇന്നത്തെ ഗോസ്പലിൽ നമുക്ക് ലഭിക്കും. ഈ ഭൂമിയിൽ പിതാവുമായി ചിന്തിക്കുമ്പോൾ തൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് മനുഷ്യർക്കറിയണമെന്ന് ക്രിസ്തുവിനൊരു ആഗ്രഹമുണ്ടായിരുന്നു. യേശുവിന് പിതാവായ ദൈവം ഒരു അപ്പൻ്റെ സ്ഥാനമാണ്. അതുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ അപ്പൻ എന്നൊരു കോൺസെപ്റ്റ് നന്നായി പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന വാക്കുകൾ കൊണ്ട് പിതാവ് എന്നൊരു കോൺസെപ്റ്റ് വളരെ കൃത്യമായി കോയിൻ ചെയ്ത യേശുവാണ്. അങ്ങനെ എനിക്കിതെൻ്റെ അപ്പനാണ് എന്ന് പറഞ്ഞ് പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഗോസ്പൽ പോലും തുടങ്ങുന്നത്. ഇത്രയും കാലം വെറുതെ പറഞ്ഞ വാക്കുകളല്ല, വളരെ ഡെപ്തായിട്ട് നമുക്ക് പറയാനുണ്ടാകണം. യേശു എനിക്ക് അപ്പനാണ്, യേശു എനിക്ക് അമ്മയാണ്, യേശു എനിക്ക് സ്വന്തം സഹോദരനാണ്, യേശു എനിക്ക് ഒരു സഹോദരിയെ പോലെയാണ്, യേശു എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനെ പോലെയാണ്, കൂട്ടുകാരിയെ പോലെയാണ്, എൻ്റെ അയൽവാസിയെ പോലെയാണ്, എൻ്റെ എല്ലാമാണ്. ഇങ്ങനെ എന്തു തന്നെ ഉത്തരങ്ങളായിക്കൊള്ളട്ടെ, പറയുന്ന ഉത്തരത്തിന് ജീവിതത്തിൻ്റെ വാക്കുകളുമായിട്ട് ഒരു ബന്ധമുണ്ടാകണം. ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് നമ്മൾ ആരാണെന്നും ക്രിസ്തു നമുക്ക് ആരാണ് എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരമുണ്ടാകും.